സോളമൻ 6 വർഷമായി. എന്താ അഭിപ്രായം? യൂട്യൂബിൽ ചിലപ്പോൾ ഇടുമായിരിക്കും കേട്ടോ. പറ എന്താ അഭിപ്രായം? ആരെ ഈ വീഡിയോ എന്തായാലും ഫുള്ള് കാണുന്നോട്ടെ. ഞാനിവിടെ വന്നതും പിന്നെ ഞങ്ങളുടെ ലവ് സ്റ്റോറിയും പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഈ 6 വർഷത്തെ കഥകളൊക്കെ ഉണ്ട്. ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട്. ഇന്ന് 6th വെഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളെ. അപ്പോൾ അങ്ങനെ വലിയ ആഘോഷം അങ്ങനെയൊന്നുമില്ല. എന്നാൽ പോലും കേക്ക് കട്ടിങ് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുക്കണില്ല. പിന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നേറ്റപ്പോഴേക്കും കാര്യം ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്. കുക്കിങ്ങും പിന്നെ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ലേറ്റായി. പിന്നെ ഫോണൊക്കെ പിടിച്ച് കിടന്ന് അങ്ങനെ ലേറ്റായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും എൻജോയ് ചെയ്തു ഈ വീഡിയോ. അപ്പോൾ ഫുള്ളിരുന്ന് കാണണം കേട്ടോ. അതെ, ഞങ്ങൾ ബെഡിൽ നിന്ന് ഞാനും സാക്കും എഴുന്നേറ്റിട്ടില്ല. ബാലു ഓൾറെഡി എഴുന്നേറ്റ് പോയി. സാക്ക് ഇതേ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഞാൻ എന്താ ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇന്നത്തെ ഒരു ഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും എനിക്ക് പറ്റുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ ഡേ കോഫിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണേന്. അപ്പോൾ ഈ വീഡിയോ ഫുൾ എല്ലാവരും ഇരുന്ന് കാണണം കേട്ടോ. സോ പകുതി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താ, കുറച്ച് തിരക്കായിപ്പോൾ ഈ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. അപ്പം അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഇവിടെ വെയിലൊക്കെ കാണുന്നുണ്ട്. ഈ വെയിൽ ചിലപ്പോൾ തണുപ്പായിരിക്കും പുറത്തിറങ്ങുമ്പോൾ. എന്നാലും എനിക്ക് സന്തോഷമായി. കുറച്ച് ദിവസം ഇവിടെ കുറച്ച് ദിവസമൊന്നുമല്ല, സമ്മറിൽ പോലും വെയിലുണ്ടായിരുന്നില്ല. അപ്പം നോക്കാം. പിന്നെ നല്ലൊരു ദിവസമൊന്നും വിശ്വസിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തത് പുറത്തുനിന്ന് കാണാം കേട്ടോ. ഞാൻ പോലും പറയാറില്ല കേട്ടോ. അവൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ശരിക്കും ഫുള്ള് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഫുള്ള് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ ആട്ടോ, ഞാൻ നൈസ് ഡ്രസ്സായതുകൊണ്ട് കുറച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇതെന്തായാലും നല്ല തണുപ്പ് കാറ്റുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ തണുപ്പ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭയങ്കര ലക്കിയാണ്. നല്ല ക്ലൈമറ്റ്. ഒന്നല്ലത്ര എന്തോ പോലെ തോന്നണം. അതുകൊണ്ട് ഞാൻ ഊരിക്കളയതാണ്. മേക്കപ്പ് ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ജാക്കറ്റും ഇതൊക്കെ ഇട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു ഓഡ് ഫീലിങ്. അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റണേന്. അവിടെ പിന്നെ രണ്ടുപേരും കൂടി സംസാരിച്ച് നടക്കുന്നുണ്ട്. ഞങ്ങള് ബസ്സിനാട്ടോ പോണത്. ബസ്സിന് പോവാല്ലേ? എവിടെയാണ് സാക്ക് പോകേണ്ടത്? അവന് പിന്നെ ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അന്നൊക്കെ ഞങ്ങൾ പോയില്ലേ, ആ ബർത്ത്ഡേ വ്ളോഗ് ഒക്കെ എടുത്തപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞാൻ. അവിടെ പോകാൻ വേണ്ടിയാണ് ഇവൻ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോട്ടെ നമുക്ക്. പിന്നെ എവിടെയൊക്കെ പോണം സാക്കു? പിന്നെ വീട്ടിൽ വന്നിട്ട് എല്ലാം ഉണ്ടാക്കണോ? എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്തായാലും ഞങ്ങൾക്ക് ഹോട്ടലിൽ പോകണം, പക്ഷെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇനി എത്ര മണിക്കാണ് വീട്ടിലെത്തണേന്നറിയില്ല. എന്തായാലും നോക്കാം. രാത്രിയാണെങ്കിലും രാത്രി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ എല്ലാം ചെയ്യണതാണ്. ഈ പ്രാവശ്യം എനിക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട്, ഐ മീൻ മൺഡേ ആയിരുന്നല്ലോ ഇന്നലെ. അപ്പം മൺഡേ വർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഇത് ഹോളിഡേ ആയിട്ട് എടുത്തേക്കണേന്. അതുകൊണ്ട് കേക്കൊന്നും കട്ട് ചെയ്യാനും ഒന്നും ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. വന്നു കഴിഞ്ഞിട്ട് ഫുഡ് വ്ളോഗ് എടുക്കണതൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാനിപ്പോൾ ഏറ്റവും എൻജോയ് ചെയ്യണത് ബസ് യാത്രയുടെ കാര്യം. ഞാൻ വർക്കിന് പോകുമ്പോൾ 1 അവറുള്ള 45 മിനിറ്റ്സ് എപ്പോഴും ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ബസ്സിൽ പോകാനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പണ്ടൊക്കെ സ്കൂട്ടി അല്ലെങ്കിൽ അവിടെ നാട്ടിലുള്ളപ്പോൾ കാറ് അങ്ങനെ
നടക്കേ പോലും ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് നടക്കാനും ഇതേപോലെ ബസ്സിൽ പോകാനും ഭയങ്കര ഇഷ്ടം. സാക്കിൻ്റെ പോക്കല്ല, നമ്മുടെ ബാഗിൽ വെച്ചാൽ പോലെ. സാക്കിന് ഇഷ്ടമല്ല ബസ്സിൽ പോകണത്. The next stop is St. Jude's Church. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിങ്ങനെ കട്ട് ചെയ്തായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ എടുത്ത് അത് കംഫോർട്ട് ആവുമല്ലോ, ആ ലെവലിലോട്ട് എത്തണമല്ലോ. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തായിരിക്കും എല്ലാ വീഡിയോസും കയറ്റണത്. ദാറ്റ്സ് ഇറ്റ്. സെയിൻറ്റ് ജൂഡ്സ് പള്ളി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും തമ്മനത്തും ഉണ്ട് സെയിൻറ്റ് ജൂഡ്സ്. ഇവിടെ ഉണ്ട് സെയിൻറ്റ് ജൂഡ്സ്. This is the Service 3 towards Fareham bus station. ഞങ്ങളിപ്പോൾ പോർട്സ്മൗത്തുള്ള നേവൽ മ്യൂസിയത്തിൽ വന്നേക്കണം കേട്ടോ. ഇവിടെ ക്യാമറ അലൗഡ് ആണോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അകത്ത് കയറിയപ്പോഴൊന്നും ഞങ്ങൾ വീഡിയോ എടുക്കാഞ്ഞത്. ഇവിടെ കുറേ നല്ല രസമുണ്ട്, ഇങ്ങനെ ഷിപ്പിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറേ. ബാലുവിന് ഇഷ്ടപ്പെടും, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്. പിന്നെ ഷോപ്സൊക്കെ നല്ല രസമുണ്ട്, കുറേ നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളൊന്നും ഇവിടെ നിന്ന് പർച്ചേസ് ഒന്നും ചെയ്തില്ല, ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടു. പിന്നെ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പോൾ കഴിക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 മണി ഉച്ചയായി. എന്തെങ്കിലും കഴിക്കണം, വിശന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കാണാം. വാ പോവാം. ഒരാൾക്ക് നടന്ന് മതിയായിട്ട് മ്യൂസിയത്തിൽ കയറി ഇറങ്ങിയ കോലോടെ അവിടെ ബെഞ്ചിലിരിക്കണം. പോണ്ടേ? മതിയായോ? ആദ്യത്തെ സ്ഥലത്ത് കയറിയപ്പോൾ തന്നെ സാക്കിന് മതിയാ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട. ഇപ്പൊ 1 മണി കഴിഞ്ഞു. കേക്ക് അപ്പം കഴിക്കുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല. വേണ്ട സാക്കു, ഇവിടെ നല്ല കാറ്റാണ്. ഏത് റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് ചിന്തിച്ച് ദിവസത്തിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങളിപ്പോൾ നെഞ്ചാണ് കഴിക്കാൻ പോണത്. സമയം അത്രയും. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടും നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കുമ്പോഴല്ലേ ഒരു തൃപ്തിയാവും. നന്ദൂസിൻ്റെ സോസൊക്കെ ഒടുക്കത്തെ ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നന്ദൂസിൻ്റെ ഈ മീഡിയം പെരി പെരി വിത്ത് ഗാർലിക് ആട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സോസ്. പിന്നെ ഞങ്ങളൊരു ഡ്രിങ്കിൽ ഡ്രാഗൺ, ഇതെനിക്ക് ഇഷ്ടമായിട്ടില്ല. ഈ ഡ്രിങ്ക്സ് ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ സ്റ്റിൽ വാട്ടറാണ് എനിക്ക് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ റൈസ്, ചിപ്സ്, വാൾ ചിക്കൻ, കോൾസ്ലോ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. വയറ് ഫുള്ളായിരുന്നു. ഫുഡ് അടിപൊളിയാട്ടെ. ഇവിടുത്തെ ഡ്രിങ്ക്സ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആയതുകൊണ്ടായിരിക്കാം, അത് മിക്സായിരുന്നു, അതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷേ ഫുഡ് സൂപ്പർ ഫുഡാണ്. പിന്നെ സോസ് പറയേ വേണ്ട, അപ്പോൾ സോസ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങളന്ന് ഗെയിം കളിക്കാൻ പോയില്ല ബർത്ത്ഡേക്ക്. അവിടെ തന്നെ കുറേ ഗെയിംസ് കളിച്ചു. അവന് കുറേ ഗിഫ്റ്റ്സ് കിട്ടി. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചതല്ലോ ബർത്ത്ഡേ വ്ളോഗിൽ, ഡേ ഇൻ മൈ ലൈഫിൽ. സോ അതുകൊണ്ടാട്ടോ ഞാൻ വീണ്ടും എടുക്കാഞ്ഞത്. പിന്നെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ റെഡി ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പിയായി. സാക്കിലിങ്ങനെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ, 3 പേര് മാത്രമേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവനും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. പിന്നെ ഈ വ്ളോഗ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഈ 6 വർഷത്തെ കഥയും പിന്നെ കുറച്ച് സ്റ്റോറി ആയിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം അതും കൂടി ഇരുന്ന് കണ്ടിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് കുറച്ച് ഷോർട്ട്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടായ പ്ലാനിങ് കേട്ടോ. വലിയ പ്ലാനിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്റ്റോറി ഞങ്ങളെക്കുറിച്ച്
ഞങ്ങളിപ്പോൾ 6 ഇയേഴ്സ് ആയല്ലോ. അപ്പം ഞങ്ങളുടെ ഒരു സ്റ്റോറി പറയാമെന്ന് വിചാരിച്ച് എന്നെക്കുറിച്ചൊന്നും ഈ വീഡിയോസിലോ ഈ യൂട്യൂബിലോ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം അത് ഇതിൽ ഉൾപ്പെടുത്താം. ഞങ്ങൾ +1 +2ലാണ് ഫസ്റ്റ് പരിചയപ്പെട്ടത്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു, ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിൽ പഠിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിന് മുമ്പേ എൻ്റെ വീട്ടിലുള്ള ഒരു ബന്ധു, ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, നമ്മൾ ആ സമയത്ത് കുറേയൊക്കെ ഇങ്ങനെ നമ്മളെക്കുറിച്ച് പറയല്ലേ, നമ്മൾ റിലേഷൻഷിപ്പാണ് അങ്ങനെയൊക്കെ ഇല്ലാത്തത് പറയാനുള്ള. എനിക്ക് തോന്നുന്നു അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലായതാണോ, ആ സമയത്ത് റിലേഷൻഷിപ്പിലായതാണോ എന്ന് എനിക്കറിയില്ല. അപ്പം അന്നാണ് ഞാൻ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പഠിച്ചത് കേട്ടോ, ചുമ്മാ പറഞ്ഞ കേട്ടോ. അങ്ങനെ അത് പക്ഷെ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കുമല്ലോ, ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞത്. പക്ഷെ ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് അതൊക്കെ പറയണത്. പക്ഷെ അങ്ങനെ ആരെക്കുറിച്ചും ആരും ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി പറയരുത്, അത് തെറ്റാണ്. പെട്ടെന്ന് എനിക്ക് തോന്നിയ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അത് വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര പ്രേമിച്ച് നടക്കുക, സിനിമക്ക് പോവുക, അങ്ങനെയൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഞാൻ ആ ഷിപ്പിൽ കയറി. ഞാൻ നല്ല സ്ട്രിക്റ്റ് കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ടല്ലേ എനിക്കും ബാലുവിനും അങ്ങനെയൊന്നും, ബാലുവിന് അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണ ടൈപ്പും അല്ലായിരുന്നു. ഇപ്പോഴും അത്ര വലിയ അല്ല, സോറി എൻ്റെ സൗണ്ട് എന്തോ പോയി. ഇപ്പോഴും ഞാൻ അങ്ങനെയൊന്നും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ പ്രേമിച്ച് നടന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു, ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങളങ്ങനെ ആ ഒരു കല്യാണം വരെ എത്തി. കല്യാണം വീട്ടുകാർ സമ്മതിച്ചു. അപ്പോഴും ഞങ്ങൾ അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടുകാർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന്. അപ്പം അങ്ങനെ അവർ ഓക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങളങ്ങനെ ഞങ്ങളുടെ മാരേജിലോട്ട് എത്തിയത്. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോഴും ബാലു ഷിപ്പിലായിരുന്നു. ഷിപ്പിലാകുമ്പം എന്തായാലും ഞങ്ങൾ ഒരുമിച്ച്, സത്യം പറഞ്ഞാൽ മാരേജ് നമ്മൾ വിചാരിക്കും നമുക്ക് പ്രേമിച്ച് നടന്നുകൊണ്ട് ഒരാളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ മാരേജ് കഴിഞ്ഞാണ് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോ വർഷം തോറും കൂടുമ്പോഴാണ് നമ്മുടെ സ്നേഹബന്ധവും കൂടുന്നതെന്ന് എനിക്ക് തോന്നിയേക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബാലു ഷിപ്പിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായി 3 വർഷത്തിൽ 3 മാസമോ അല്ലെങ്കിൽ 4 മാസമോ കൂടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല. പിന്നെ വീട്ടുകാരുടെ ഒപ്പം അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞ് സാക്ക് വന്നു. സ്റ്റിൽ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് എന്ന് ഉദ്ദേശിച്ചത് കുറേ കാര്യങ്ങളിലൂടെ കടന്നുപോയി. ആ പ്രഗ്നൻസിക്ക് ബാലു ഉണ്ടായില്ല കൂടെ. അതേപോലെ തന്നെ കുറേ കോവിഡ് ടൈമിൽ ബാലു ഉണ്ടായില്ല. അങ്ങനെ നല്ല നല്ല അല്ല, ആവശ്യമുള്ള സമയത്ത് കൂടെ ഉണ്ടായില്ല. അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്നു കൂടെ വേണമെന്ന്. സത്യം പറഞ്ഞാൽ ഈ പുറത്തേക്ക് വരണമെന്നോ അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കണം എന്നോ ഒന്നും ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് നാട്ടിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് ട്രൈ ചെയ്തത്. ദൈവം സഹായിച്ച് പുറത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് 3 months ഞാൻ എപ്പോൾ ആലോചിച്ചു അല്ലെങ്കിൽ എപ്പോൾ വിചാരിച്ചു അപ്പം തന്നെ എനിക്ക് ദൈവം അത് നടത്തി തന്ന്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ലൈഫ് എന്താണെന്ന് പഠിച്ചത്. ബാലുവിന് പിന്നെ അറിയാം, ബാലു ലോകം അത്യാവശ്യം കറങ്ങി നടന്ന ഒരാളാണ്, കുറച്ച് മെച്ചുവേർഡൊക്കെയാണ്. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ലൈഫ് എന്താണെന്ന് പഠിച്ചത് ഇവിടെയാണ്. അത് പറയാൻ കാരണം നമ്മൾ ഓരോ ആൾക്കാരെ മനസ്സിലാക്കണത് നമ്മൾ ഡൗണിൽ നിൽക്കുമ്പോഴാണല്ലോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ കുറച്ച് ഡൗൺ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ. ആ സമയത്ത് കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്നവർ നമ്മുടെ ഒപ്പം ഉണ്ടാവുന്നു. അങ്ങനെ അല്ലായിരിക്കും. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ. നമ്മുടെ വീട്ടുകാരും നമ്മൾ വിചാരിക്കാത്ത വ്യക്തികളും ആയിരിക്കും നമ്മുടെ കൂടെ. അപ്പോൾ ഞാൻ പഠിച്ചൊരു പാഠം, ഞാൻ എൻ്റെ ഡൗണിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ആൾക്കാരായിരിക്കും എൻ്റെ ജീവിതകാലം ഇനി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കാമല്ലോ, നമ്മൾ ഓരോ ആൾക്കാരെ മനസ്സിലാക്കണതും ഓരോ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴുമാണ് നമ്മൾ മെച്ചുവേർഡ് ആവണം. ഞാൻ വലിയ മെച്യൂരിറ്റി ഉള്ള ഒരാളെന്നല്ല, ഞാൻ അങ്ങനെ കുറേ പാഠങ്ങൾ പഠിച്ചാണ് UK എത്തിയത്. UK എത്തി. കാര്യം സാക്കിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. സാക്കിനെ കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അവസ്ഥയെന്ന് പറഞ്ഞാൽ അതെനിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നീട് ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയില്ല. കാര്യം ഞങ്ങൾ കുറേ സ്ട്രെസ്സിലൂടെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് UK എത്തിയത്. UK എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയം
ആയി തുടങ്ങിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ ഡിപ്രഷൻ എന്ന് പറയാൻ അതെ ആ ഒരു സാഹചര്യത്തിലോട്ട് പോയി. സാക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ അത് പ്രാർത്ഥിച്ചും ദൈവം സഹായിച്ചും ഞാൻ ഓക്കെ ആയി. 6 months ഓക്കെ. എന്നാലും നമ്മൾ കൊച്ചില്ലാത്തൊരു വിഷമം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അടുക്കാൻ തുടങ്ങി. അടുത്ത് നല്ലൊരു ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണതും എന്നെക്കാട്ടും എന്നെ കൂടുതൽ അറിയണതും എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു എൻ്റെ എല്ലാ കാര്യങ്ങളും ഈവൻ ഇപ്പം ഞാൻ ഇടണ ഡ്രസ്സ് വരെ എനിക്ക് എപ്പോഴും സെലക്ട് ചെയ്യണത് ബാലുവായിരിക്കും. എൻ്റെ ഓരോ ഡ്രസ്സ് ഞാൻ കടയിൽ പോകുമ്പോൾ അല്ല ബാലുവായിരിക്കും, ഞാൻ അറിയാതെ തന്നെ ആയിരിക്കും എനിക്ക് ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചു തന്നത്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബാലുവാണ്. അപ്പം എനിക്ക് മനസ്സിലായത് ഓരോ വർഷം തോറും ഞങ്ങൾ കൂടുതൽ അടുത്ത് ഇപ്പം നല്ല രീതിയിൽ അടുത്ത്. പിന്നെ സാക്ക് വന്നു കഴിഞ്ഞിട്ടും ഇപ്പോൾ ബാലു വർക്കിന് സാക്ക് ഇപ്പം ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് സാക്കിന് നോക്കും, ബാലു വർക്കിന് പോകുന്ന സമയത്ത് ഞാൻ നോക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. എല്ലാ കാര്യങ്ങളും വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കും. എന്നെക്കാട്ടും വൃത്തിയെന്ന് ഉദ്ദേശിച്ച വൃത്തി എനിക്കുണ്ട്. സ്റ്റിൽ കുറച്ച് വീടൊക്കെ അടിപൊളിയായിട്ട് വെക്കണതും ഒക്കെ ബാലുവാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിത് പറയണത് ഞാൻ എന്താ ഉദ്ദേശിക്കണതാണോ വായിന്ന് വന്നേന്നൊന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് സ്റ്റോറി. പിന്നെ എന്താ ഞാൻ വേറെന്തോ പറയണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എന്താ എനിക്ക് ഒന്നും കിട്ടണില്ല. അയ്യോ, ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചല്ലോ, അറിയില്ല. അത് ഇവിടെ വന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ഇവിടെ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ UK സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് പാത്ത് തുറന്ന് തന്നത് ബാലുവിൻ്റെ കസിനാണ്, അരുൺ ചേട്ടനാണ്. അരുൺ ചേട്ടൻ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഓക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇവിടുത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പോഴും ബാലുവിനോട് പറഞ്ഞപ്പോൾ ബാലു അത് അങ്ങോട്ട് വിശ്വസിച്ചില്ലായിരുന്നു ഞാനിങ്ങനെ നോക്കുമെന്നും അങ്ങനെ പഠിക്കാൻ നോക്കുമെന്നൊന്നും. കാര്യം ഞാനിങ്ങനെ പുറത്ത് പോകാൻ അത്ര ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓക്കെ എന്നാൽ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം നിന്ന്. ബാലു കൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, ബാലു ഷിപ്പിലായിരുന്നു. ഞാൻ അപ്പോൾ ഒറ്റക്ക്, സത്യം പറഞ്ഞാൽ ഒറ്റക്കും പിന്നെ അപ്പൻ്റെ അമ്മയുടെ അങ്ങനെ പാരൻസിൻ്റെ ഹെൽപ്പും അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരിത് കൊണ്ട് ഞാനിവിടെ എത്തിയപ്പം വേറൊരാളും കൂടി എനിക്ക് ഓർമ്മ വന്നത് അന്നമ്മയാണ്. അന്നമ്മയായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവളും നമുക്ക് ഒരു ഫ്രണ്ട്സ് കിട്ടുമെന്നൊക്കെ പറയില്ലേ, എനിക്ക് കുറേ ഫ്രണ്ട്സൊന്നുമില്ല. ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതെ, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ബാലുവാണ്. ബാലുവിനെയാണ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ ഫ്രണ്ട്സ് എൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുണ്ട്. അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതെങ്ങനെ നമ്മൾ ഗേൾസ്, എനിക്ക് തോന്നുന്നു ഗേൾസിൻ്റെ എനിക്കറിയില്ല കേട്ടോ, നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണ ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെലക്റ്റീവാണ്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടിയത് അന്നമ്മയാണ്. അവളും കൂടി കാരണമാണ്. അവളാണ് ഞങ്ങളുടെ വീടുകൾ ഇവിടെ ഞങ്ങൾ വിളിച്ചിട്ട് വീടിൻ്റെയൊക്കെ സെലക്ട് ചെയ്തതൊക്കെ അവളാണ് കേട്ടോ. അപ്പം അങ്ങനെ അവളും കാരണമാണ് ഞാനിവിടെ എത്തിയത്. അങ്ങനെ എന്താ എനിക്കങ്ങനെ കേട്ടോ, എനിക്കങ്ങനെ വലിയ ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഞാൻ ഭയങ്കര സെലക്റ്റീവാണ്. അപ്പം എൻ്റെ ഒരു ഇതിൽ പിന്നെ ഇവിടെ കാര്യം വിട്ടുപോയി. ഞങ്ങളിവിടെ വന്നത് ഷെയർഡ് അക്കോമഡേഷനിലാണ്. ഞാൻ ഒറ്റ മോളായിട്ടാണ് ജനിച്ചത്. പിന്നെ ഞാനൊന്നും അങ്ങനെ ബാലുവിൻ്റെ വീട്ടിലാണോ എങ്കിലും എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ പുറത്തുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ ഇങ്ങനെ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ട അവസ്ഥയോ അതൊരു വീട്ടിലൊറ്റക്ക് അങ്ങനെ നിന്നിട്ടേ ഇല്ല. പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മൾ ഷെയർഡ് അക്കോമഡേഷൻ എന്ന് വെച്ചാൽ അത് ഫാമിലി ആയിട്ട് നിൽക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമോ. അത് കുറേ പേരായിട്ടാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ അവിടെ വെച്ച് അതൊക്കെ നല്ലതാണ്. എൻ്റെ ലൈഫിൽ ദൈവം എനിക്ക് ഓരോന്ന് നമ്മൾ പഠിക്കൂലേ, നമ്മൾ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കൂലേ, ആ ഒരു സിറ്റുവേഷൻ വന്നത് അവിടെ വെച്ചാൽ. അതാണ് സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ. അങ്ങനെ കുറേ നല്ല പിള്ളേരെ കിട്ടി. പിള്ളേരെന്ന് വെച്ചാൽ എനിക്കവർ ബ്രദർ സിസ്റ്റർ ആ ഒരു ഇതാണ്. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അവരെ കിട്ടി എനിക്ക്. അത് കഴിഞ്ഞിട്ട് അവരെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനപ്പുറം നെഗറ്റീവ് കുറേ പേര് നമ്മൾ വിശ്വസിച്ച് കൂടെ നിന്ന ആൾക്കാർ ചതിച്ചിട്ടും ഉണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ പുറത്തേക്ക് വന്ന ആൾക്കാരോട് എല്ലാവരും ഒരുമിച്ച് വിശ്വസിക്കരുത് എന്ന് വെച്ചാൽ എല്ലാവരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരു ഗ്യാപ്പ് വെക്കുക. അത്രയും നമ്മളോട് അടുപ്പം ഉണ്ടായാൽ നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ലെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഞങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പം ഒറ്റക്കാണ് നിൽക്കുന്നത്. അങ്ങനെ കുറേ ഇതിൽ കൂടെ കടന്നുപോയി. എനിക്കത് നമ്മൾ പ്ലാൻഡ് അല്ല. അപ്പം പെട്ടെന്ന് പറയണോണ്ട് എനിക്ക് തന്നെ വേർഡ്സ് ഒന്നും കിട്ടണില്ല കേട്ടോ സത്യത്തിൽ. അപ്പം അങ്ങനെയൊക്കെ ഞാനിവിടെ 6 വർഷം ഞങ്ങൾ ഇതായി. ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ 6th വെഡിങ് ആനിവേഴ്സറിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്താ വെച്ചാൽ സാക്ക് വന്ന്
ബാലു എന്നെ അത്രയും നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ അത് ഒരു ഭാഗ്യമുള്ള, നമുക്ക് ഏറ്റവും വലുത് നീണ്ടു ഇനിയുള്ള കാലം ഇങ്ങനെ തന്നെ ആവണം എന്നാണ് എൻ്റെ ഒരിത്. നമുക്ക് ഏറ്റവും, ഞാൻ വിശ്വസിക്കണം, നമുക്ക് ഏറ്റവും വലുത് സമാധാനമാണ്, കുടുംബ സമാധാനമാണ്. അതെനിക്ക് ദൈവം സഹായിച്ചിപ്പോൾ ഉണ്ട്, ഇനി ഉണ്ടാവട്ടെ. അതിനു മുമ്പ് സമാധാനം ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ വർഷം സാക്കിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തത് ഉണ്ടായുള്ളു. അതിന് മുമ്പത്തെ വർഷം വെഡിങ് ആനിവേഴ്സറിക്ക് ചിലപ്പോൾ വാല്യൂ ഉണ്ടാവാറുണ്ടായില്ല ഷിപ്പിലായതുകൊണ്ട്. അപ്പം ഞാൻ ഈ 6th വെഡിങ് ആനിവേഴ്സറിയിൽ ഞാൻ ഹാപ്പിയാണ്. അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കയ്യിലോട്ട് ദൈവം തരും. നമ്മൾ അത് ആഗ്രഹിച്ചാൽ തരും എന്ന് എനിക്ക് ഈ വർഷം അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിലൂടെ ഞാൻ പഠിച്ച്, ഇനിയും എൻ്റെ ലൈഫിലോട്ട് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും, പിന്നെ എല്ലാവർക്കും അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുക, അങ്ങനെയൊക്കെ ജീവിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിത് കുറച്ച് ഓവറായിപ്പോയി പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്യണേന്, ഈ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് കൺക്ലൂഡ് ചെയ്യണേന്. സോ എല്ലാവരും ഈ കുട്ടി വീഡിയോ എൻജോയ് ചെയ്യുന്നത് വിശ്വസിക്കുന്നു. സോ വേറെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.